വിജയിപ്പിക്കും എൻഡിഎ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും. ജയ് ജയ് ബിജെപി. അനുഗ്രഹിക്കോ അനുഗ്രഹിക്കോ. ജയ് ബോലോ ജയ് ജയ് ബോലോ ജയ് ജയ് ബോലോ ബിജെപി. ജയ് ജയ് ബോലോ ബിജെപി. भारत माता की जय. बोलो भारत माता की जय. जय बोलो जय जय बोलो जय बोलो जय जय बोलो जय बोलो जय जय बोलो जय बोलो बीजेपी जय जय बोलो बीजेपी जय बोलो बीजेपी जय जय बोलो बीजेपी. हरिदाकावी कुंकुम पताका हरिदाकावी कुंकुम पताका हरम मुट्ट पारटे हरम मुट्ट पारटे भारतंगिन पारटे भारतंगिन पारटे बीजेपी कोडी पारटे बीजेपी कोडी पारटे हरिदा कुंकुम कावी पताका हरिदा कुंकुम कावी पताका हरिलुयर्न परकुम्मोൾ हरिलुयर्न परकुम्मोൾ ആവേശത്താൽ നമ്മൾ വിളിക്കും ആവേശത്താൽ നമ്മൾ വിളിക്കും ആമോദത്താൽ നമ്മൾ വിളിക്കും ആമോദത്താൽ നമ്മൾ വിളിക്കും ആഹ്ലാദത്താൽ നമ്മൾ വിളിക്കും ആഹ്ലാദത്താൽ നമ്മൾ വിളിക്കും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ 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 മാതരം വന്ദേ 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 മാതരം. ഭാരത് മാതാ കി ഭാരത് മാതാ കി സംഘ ശക്തി കി भारत माता की बोलो नरेंद्र मोदी के बोलो भारत माता के बोलो संघ शक्ति के बोलो बीजेपी के. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചടയമംഗലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സംഗമമാണ് ചിതറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സംഗമമാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അടുത്ത മാസം 9-ാം തീയതി നമ്മുടെ പ്രദേശത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ആ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും നേരിൽ കാണുന്നതിനും നമ്മുടെ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി സംഗമം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിന്റെ കൺവെൻഷൻ ഇത്തരത്തിൽ നടക്കുന്നത്. കാരണം ബാക്കി ദിവസങ്ങളിലാണ് ബാക്കിയുള്ള പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളതാണ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ എവിടെയാണ് എന്ത് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചായാലും സംസ്ഥാന രാഷ്ട്രീയത്തെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ചായാലും ശരി, അതിൽ നിന്നെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമുള്ള പ്രത്യേകത എന്ത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വഹിക്കുന്നത് കേവലം ഒരു പഞ്ചായത്ത് മെമ്പർമാരെ മാത്രം വിജയിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് നമ്മുടെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണത്തിലേക്ക്, അധികാര സ്ഥാനങ്ങളിലേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ ജനപ്രതിനിധികൾ കടന്നു വരണമെന്നാണ്. അതായത് പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രതിനിധികൾ കടന്നു വരണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ
20% വോട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം. ആ 20% വോട്ടുള്ള പാർട്ടി നാളെ കേരളത്തിന്റെ ഭരണകക്ഷിയായി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് 2026 ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായി കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം ഒരു 6 മാസക്കാലത്തിന് മുന്നേ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാനും കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് നമ്മുടെ മുഴുവൻ ഡാറ്റ കളക്ഷൻ നടത്തിക്കൊണ്ട് മുഴുവൻ ആൾക്കാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പങ്കാളികളാക്കി ചേർത്തുകൊണ്ട് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. വളരെ അഭിമാനത്തോടുകൂടി അഴിമതിക്കാരായ 2 മുന്നണികൾക്കുമെതിരെ ശക്തിയുക്തം പ്രതികരിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും അഭിമാനത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കഴിഞ്ഞ 70 വർഷമായി, അതായത് 7 ദശാബ്ദക്കാലമായി കേരളം മാറി മാറി ഭരിക്കുന്നത് കേരളത്തിലെ 2 മുന്നണികളുമാണ്. ഈ 7 ദശാബ്ദക്കാലത്തെ മുന്നണി ഭരണം നമ്മുടെ കൊച്ചു സംസ്ഥാനമായി കേരളത്തെ എവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ 4 അതിർത്തിയും അടച്ചു കഴിഞ്ഞാൽ, ഒരാഴ്ച അടച്ചിട്ട് കഴിഞ്ഞാൽ കേരളം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിന്റെ വികസനം കൂപ്പുകുത്തിയിരിക്കുന്നു. വികസനം എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ കേരളം ഇന്ന് ചെന്നെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 9.5 വർഷക്കാലത്തിന് മുന്നേ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ആകർഷകമായ മുദ്രാവാക്യം വെച്ചുകൊണ്ട് അധികാരത്തിലേക്ക് നടന്നു കയറിയ പിണറായി വിജയൻ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഖജനാവ് അടിമുടി കൊള്ളയടിക്കുക. ഖജനാവെല്ലാം ഒരു പരിമമായപ്പോ നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിലേക്ക് അവർ കേന്ദ്രീകരിക്കുക. സ്വർണം കണ്ടാൽ അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഭരണകക്ഷി മാറിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം വളരെ പരിപാവനമായി കാണുന്ന ശബരിമല, ആ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അപ്പാടെ വിഴുകിക്കൊണ്ടു പോകുന്ന ചിത്രം, അതിന്റെ അവസാനം എത്തി നിൽക്കുന്നത് കോടതി നേരിട്ടുള്ള അന്വേഷണത്തിൽ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അകത്തായിരിക്കുന്നു, ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാർ അകത്തായിരിക്കുന്നു. ഇനി അവസാനം അകത്താകേണ്ടുന്നത് ഈ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിലേക്ക് അന്വേഷണം പോവുകയാണ്. അഴിമതിയുടെ കേദാരമായി കേരളം മാറിയിരിക്കുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം മാറിയിരിക്കുന്നു. ഒരു മുന്നണിക്ക് കുടപിടിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റൊരു മുന്നണി മാറിയിരിക്കുന്നു. 2 പേരും അളിയനുമാണ്. കേരളം കഴിഞ്ഞാൽ, കേരളത്തിന്റെ കളിയിക്കാവിള കഴിഞ്ഞാൽ കേരളത്തിലെ 2 മുന്നണികളും അളിയനുമാണ്. ഏറ്റവും അവസാനം, ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല, ശ്രീ വൈക്കൽ സോമൻ അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഏറ്റവും അവസാനം കണ്ട ബീഹാർ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വളരെയധികം 243-ൽ 202 സീറ്റ് നേടി ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലേക്ക് നാലാമതും കടന്നു വന്നപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ അന്തം വിടുകയാണ്. ഇത്രയും നാൾ വോട്ട് ചോരിയുടെ പേരിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തിയിരുന്നവർ ഇപ്പോ അവർ കുറ്റപ്പെടുത്തുന്നതാരാ? പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് യാതൊരു കാര്യവും പറയാനില്ലാത്ത വിധത്തിൽ ഈ കഴിഞ്ഞ 11 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ, ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യം ഒറ്റക്കെട്ടായി പിന്നിൽ നിൽക്കുകയാണ്, രാജ്യം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലും അതിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ മാസം 13-ാം തീയതി കേരളത്തിന്റെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ 25% വോട്ടുള്ള പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. തീർച്ചയായും അഭിമാനത്തോടു കൂടിയിട്ട്, തന്റെ ഇടത്തോടു കൂടിയിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ വോട്ട് നേടി നാളെ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രതിനിധികൾ കടന്നു വരുവാനുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു. ആ സാഹചര്യത്തിനനുസരിച്ച് ഉയരുവാൻ
അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുമതല ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദാണ്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ശ്രീമതി രാജീവ് പ്രസാദിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ജില്ലയുടെ പ്രഭാരി BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമാൻ TR അജിത് ചേട്ടനാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. മുഴുവൻ സമയം നമ്മുടെ ജില്ലയിൽ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ TR അജിത് ചേട്ടനെ വളരെ ആദരവോടുകൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. BDJSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി മോനിഷ, പാർട്ടിയുടെ BJPയുടെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ആലഞ്ചേരി ജയചന്ദ്രൻ, മറ്റൊരു ജില്ലാ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മൈക്കൽ സോമൻ, പാർട്ടിയുടെ ഈസ്റ്റ് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കുത്തയം ബിജു, പാർട്ടിയുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ഗിരീഷ് വൈര, ശ്രീ അനിൽകുമാർ, BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീമാൻ S വിജയൻ ചേട്ടൻ, ശ്രീമാൻ പേഴുമൂട് സണ്ണി, ശ്രീ ഷിജു ചിതറ, OBC മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ശ്രീ ചടയമംഗലം മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ പുതുശ്ശേരി, BDJSന്റെ ജില്ലാ ഭാരവാഹി ശ്രീമാൻ രതീഷ് അടിമുക്ക്, ശ്രീ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീമാൻ D സ്റ്റാലിൻ, ശ്രീ പ്രകാശ് ചിതറ, ശ്രീമതി P ഷീജാകുമാരി, ശ്രീമതി ഉഷാകുമാരി, പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുരിയോട് മഞ്ചേഷ്, ശ്രീ മനോജ് കുമാർ ചിതറ അടക്കം ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാരെയും സവിനയം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഈ സ്ഥാനാർത്ഥി സംഗമ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന നമ്മുടെ 76 വാർഡുകളിലാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 76 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് നമ്മൾ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിലുള്ള 9-8 ഡിവിഷനുകളിൽ ബ്ലോക്ക് ഡിവിഷനുകളിൽ നമ്മൾ മത്സരിക്കുന്നു. ആ ബ്ലോക്ക് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ, ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഒപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ പ്രസാദ് MR, നമ്മുടെ ചടയമംഗലം ഡിവിഷനിലുള്ള ശ്രീമതി രാജീവ് കൃഷ്ണൻ അടക്കം ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും, ഒപ്പം നമ്മുടെ ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും, ഒപ്പം നമ്മുടെ പ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം അടക്കം എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് രാജിവെച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തിച്ചേരുന്നതാണ്. അതിനുമുമ്പ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മുടെ വൈക്കൽ സോമൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ആരാധ്യയായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷ, പാർട്ടിയുടെ ചിറ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശ്രീമതി ലക്ഷ്മി പ്രസാദ് അവർകൾ, ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ആരാധ്യയുള്ള ജില്ലാ അധ്യക്ഷ ശ്രീമതി രാജീവ് പ്രസാദ് അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ TR അജിത് അവർകൾ, ആശംസകൾ നേരുന്ന ശ്രീമതി മോനിഷ BDJSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, അതുപോലെ ആലഞ്ചേരി ജയചന്ദ്രൻ ചേട്ടൻ BJP ജില്ലാ ജനറൽ സെക്രട്ടറി, ഇവിടെ സ്വാഗതം ആശംസിച്ച MR സുരേഷ് ജി BJP ജില്ലാ വൈസ് പ്രസിഡന്റ്, മറ്റൊരു ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള പുത്തയം ബിജു അവർകൾ, ശ്രീമാൻ ഗിരീഷ് വയല, അനിൽകുമാർ, BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം S വിജയൻ ചേട്ടൻ, സംസ്ഥാന കൗൺസിൽ അംഗവും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പേഴുമൂട് സണ്ണിച്ചേട്ടൻ, OBC മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ഷിജു നേവി അവർകൾ, ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ജയകുമാർ ജി, അതുപോലെ രതീഷ് അടിമുക്ക് BDJSന്റെ ജില്ലാ സെക്രട്ടറി,
BJP ജില്ലാ കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സ്റ്റാലിൻ ജി, പ്രകാശ് ചിതറ, പി ഷീജാകുമാരി, ഉഷാകുമാരി, ഗുരിയോട് മഞ്ചേഷ്, മനോജ് കുമാർ ചിതറ, ആരാധ്യരായിട്ടുള്ള നമ്മളുടെ സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഡിവിഷന്റെ സ്ഥാനാർത്ഥികൾ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായിട്ടുള്ള വാർഡ് സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം, ഇന്ന് ചിതറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ആരാധ്യനായിട്ടുള്ള അമിത്ഷാജി നമ്മോട് പറഞ്ഞിരിക്കുന്നത് 25% വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് പലരും ചിന്തിക്കും അസാധ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അസാധ്യമായതിനെ ഒക്കെ സാധ്യമാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഓർക്കുക. 1980 ഏപ്രിൽ 6 ഭാരതീയ ജനതാ പാർട്ടി മുംബൈയിലെ ശിവാജി പാർക്കിൽ അടൽ ബിഹാരി വാജ്പേയി ഹരിത കുങ്കുമ പതാക ഉയർത്തി അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി സ്വർഗീയ അടൽജി ഉയർത്തിയ പതാക, 80 ഉയർത്തിയ പതാക, 84 2 ലോക്സഭാ സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി. അവിടെ നിന്നും ആ പാർട്ടി വളർന്ന് ലാൽകൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് നടത്തിയിട്ടുള്ള രഥയാത്ര, ആ രഥയാത്രയെ ബീഹാറിലെ സമസ്തിപൂരിൽ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഇന്നത്തെ തേജസ്വി യാദവിന്റെ അച്ഛൻ പിടിച്ചുകെട്ടി. സമസ്തിപൂരിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ലക്ഷ്മണന്റെ നാടാണ് സമസ്തിപൂർ. ആ സമസ്തിപൂരിൽ വെച്ചാണ് ലാൽകൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന BBC ദ ക്രൗഡ് പുള്ളർ ഓഫ് ദ വേൾഡ് എന്ന് വിശേഷിപ്പിച്ച, അതായത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ക്രൗഡ് പുള്ളറാണ് ലാൽകൃഷ്ണ അദ്വാനി എന്ന് വിശേഷിപ്പിച്ച ആ അദ്വാനി നയിച്ചിട്ടുള്ള രഥയാത്രയെ ലാലു പ്രസാദ് യാദവ് സമസ്തിപൂരിൽ പിടിച്ചുകെട്ടി. നിങ്ങൾ നോക്കണം, പിന്നീട് അങ്ങോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയാണ് കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ച VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. നമ്മൾ പിന്തുണയ്ക്കുന്നു. നമ്മളോടൊപ്പം ഇന്നത്തെ PM ശ്രീക്ക് എതിർത്ത് നിന്നിട്ടുള്ള CPIയുടെ ഇന്ദ്രജിത് ഗുപ്ത, എനിക്ക് തോന്നുന്നു കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ ഇന്ദ്രജിത് ഗുപ്തയെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട്. ഇന്നവർക്ക് അലർജിയാണ്. നരേന്ദ്രമോദിയുടെ PM ശ്രീയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു വർഷം 1 കോടി രൂപ ഒരു സ്കൂളിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി നൽകുന്ന ആ PM ശ്രീ വേണ്ട എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഇതേ ബിനോയ് വിശ്വം നമ്മളുടെ പിന്തുണയോടുകൂടി കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് ഇന്ദ്രജിത് ഗുപ്ത. അന്ന് CPM നേതാവായ സോമനാഥ് ചാറ്റർജിയും പറഞ്ഞു എനിക്കും മന്ത്രിയാവണം. ജ്യോതി ബസു പറഞ്ഞു വേണ്ട, നീ മന്ത്രിയാവണ്ട, എനിക്ക് പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നീ മന്ത്രിയാവണം. അപ്പൊ നമ്മളുടെ പിന്തുണയോടുകൂടി CPM-കാരൻ ഭരിച്ചിട്ടുണ്ട്, CPI-കാരൻ ഭരിച്ചിട്ടുണ്ട്. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസുകാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയാണ് നമ്മളുടെ പാർട്ടി. അവിടെ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വളരുകയാണ്. 1996 ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള, ട്രൗസറിട്ട സ്വയംസേവകനായിരുന്നിട്ടുള്ള, RSSന്റെ പ്രചാരകനായിരുന്നിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ച് 84 നടന്നുള്ള തെരഞ്ഞെടുപ്പിൽ ആരാധ്യനായിട്ടുള്ള സ്വർഗീയ EMS പറഞ്ഞതെന്താ? ഈ പരിപ്പിവിട വേവില്ല മക്കളെ എന്നാണ് EMS പറഞ്ഞത്. ഇന്ത്യയിൽ ഈ പാർട്ടി നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞു. 96 അടൽജി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഒരു മരണം കേരളത്തിൽ സംഭവിച്ചു. ഏത് മരണമാണ്? EMS മരിച്ചു. ഈ പരിപ്പിവിട വേവില്ല മക്കളെ എന്ന് പറഞ്ഞ EMSന്റെ ശവശരീരത്തിലേക്ക് റീത്തു വെക്കാനായി ഒരു നേതാവെത്തി. ലാൽകൃഷ്ണ അദ്വാനി പത്മനാഭസ്വാമിയുടെ, അനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവായിട്ടുള്ള
ശംഖുമുഖത്തൊരു വിമാനം വന്നു നിന്നു. മറ്റാരുടെയുമല്ല, ആ ലാൽകൃഷ്ണ അദ്വാനിയുടെ വിമാനമാണ്. നാം എന്തിനാണ് വന്നത്? അദ്വാനി എന്തിനാണ് കേരളത്തിൽ വന്നത്? ആ ദിവസം ഈ പരിപ്പിവിടെ വേവിന്റെ മക്കളെ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള EMSന്റെ ശവശരീരത്തിൽ റീത്ത് വെക്കുന്നതിന് വേണ്ടിയാണ് ലാൽകൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ആ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനി ഈ കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ ഈ പരിപ്പിവിടെ വേവില്ല മക്കളെ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ 96-ൽ 13 ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അടൽജിയെ കൊണ്ടുവന്നു. പിന്നീട് 13 മാസം പ്രധാനമന്ത്രിയായി അടൽജിയെ വീണ്ടും കൊണ്ടുവന്നു. പിന്നീട് കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് 2004 വരെ ഈ ഭാരതം ഭരിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. 2004-ൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമിത ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയായി. പക്ഷേ 10 വർഷക്കാലം ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു. 2009-ൽ വീണ്ടും നമ്മൾ തോറ്റു. 80-ൽ തുടങ്ങിയ പാർട്ടി 84-ൽ 2 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടി, 96-ൽ പ്രധാനമന്ത്രി ഉണ്ടായ പാർട്ടി, 2004 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പാർട്ടി, ആ പാർട്ടി 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നമ്മൾ പ്രതിപക്ഷത്തിരുന്ന 2004-ലോ 2009-ലോ നമ്മൾ പറഞ്ഞില്ല മിഷന് കേടുണ്ടെന്ന്. നമ്മൾ ഒരു BJP കാരനും തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോ പറഞ്ഞില്ല. ബ്രസീലിലെ സുന്ദരി വന്നിവിടെ 223 തവണ ഒരു ബൂത്തിൽ കയറി വോട്ട് ചെയ്തു എന്ന് BJPയുടെ ഒരു നേതാവും പറഞ്ഞില്ല. ഞങ്ങൾ തോൽവിയിൽ നിന്നും വിജയത്തിലേക്കുള്ള ജൈത്രയാത്രയിൽ വീണ്ടും 2014-ൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം ഓർക്കണം. 10 വർഷക്കാലമാണ് നാം തെരഞ്ഞെടുപ്പ് ഗോവയിൽ പരാജയപ്പെട്ടത്. ആ 2014 വരെ പ്രതിപക്ഷത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയോ നമ്മൾ കുറ്റം പറഞ്ഞില്ല. പരാജയത്തെ തലകുനിച്ച് അംഗീകരിച്ചുകൊണ്ട്, ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട്, ജനങ്ങളെ കളിയാക്കാതെ ഇവിടെ പ്രവർത്തിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ 2014-ലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ 2014-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് രാഷ്ട്രീയ എതിരാളികൾ നമുക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമുണ്ട്. ഇത് വടക്കേ ഇന്ത്യയിലെ ബ്രാഹ്മണന്റെ പാർട്ടിയാണ്, സവർണന്റെ പാർട്ടിയാണ്. ഇത് കേരളത്തിൽ നായരുടെ പാർട്ടിയാണ്, സവർണന്റെ പാർട്ടിയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ഇടതുപക്ഷക്കാരൻ ഉന്നയിച്ചത്. 2014-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള ഗുജറാത്തിലെ വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ചായക്കറ്റിലുമായിട്ട് പോകുമ്പോ മകനായിട്ടുള്ള കുഞ്ഞു നരേന്ദ്രൻ പുറകെ ഒരു ചായക്കറ്റിലുമായിട്ട് പോകും. അതാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോഡി എന്ന് പറയുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ആളിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിച്ചത്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതെന്താ? RSSന്റെ പ്രചാരകനായിരുന്നിട്ടുള്ള, ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള, ഗുജറാത്തിലെ 3 തവണ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോഡിയെ ചൂണ്ടിയവർ പറഞ്ഞതെന്താ? ഇദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയാണ്. മുസ്ലിം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ ചൂരത്തിൽ കുത്തിയെടുത്ത് ചുഴറ്റുന്ന ആളാണ് നരേന്ദ്രമോദി. വോട്ട് ചെയ്തതെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ തന്നെ കോൺഗ്രസുകാരനും പറഞ്ഞത്. ഇന്ത്യൻ ജനത പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യൻ ജനങ്ങളുടെ വിരൽത്തുമ്പ് പറഞ്ഞു. എന്താ പറഞ്ഞത്? BJPക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നൽകി. 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ OBC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്രമോദിജി അധികാരത്തിലേക്ക് വന്നു. എങ്ങനെ? ഓട് പൊളിച്ചല്ല വന്നേ, ലോക്സഭയുടെ ഓട് പൊളിച്ചല്ല വന്നേ, ജനങ്ങളുടെ വോട്ട് നേടിയാണ് വന്നത്. 282 ലോക്സഭാ സീറ്റുകൾ ഒറ്റയ്ക്ക് അന്ന് വരെ 2014 മുതൽ പുറകോട്ടെടുത്താൽ 30 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കും ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇന്ത്യൻ ജനം നൽകിയില്ല. പക്ഷേ ഇവർ മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞ, ഇവർ സവർണന്റെ പാർട്ടി എന്ന് പറഞ്ഞ,
ഇവർ ബ്രാഹ്മണന്റെ പാർട്ടി എന്ന് പറഞ്ഞ, ഇവർ നായരുടെ പാർട്ടി എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന നമ്മളുടെ പാർട്ടിക്ക് ജനം മാൻഡേറ്റ് നൽകി 282 സീറ്റ് നൽകി. അവിടെ BJP ഒറ്റയ്ക്കല്ല ഭരിച്ചത്. സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ അഹങ്കരിച്ചില്ല. നമ്മൾ ദേശീയ ജനാധിപത്യ സഖ്യം NDAയോടൊപ്പമാണ്. 14-15 പാർട്ടികളെ കൂട്ടിക്കൊണ്ടാണ് നാം ഭരിച്ചത്. 2014 ഭരണം തുടങ്ങിയപ്പോൾ ഭരണപരിഷ്കാരങ്ങൾ നരേന്ദ്രമോദി നടപ്പിലാക്കി തുടങ്ങി. ആദ്യം നടപ്പിലാക്കി നിങ്ങൾക്കറിയാം, ജനധൻ യോജന അക്കൗണ്ട്. ഒരു ഫോട്ടോയും ആധാർ കാർഡുമായി ചില്ലിട്ട ബാങ്കിൽ പോയാൽ മാനേജർ വന്ന് ക്ഷണിച്ച് പാവപ്പെട്ട BPL വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അമ്മമാരെ, സഹോദരിമാരെ കൊണ്ടുപോയി അക്കൗണ്ട് റെഡിയാക്കി കൊടുക്കുകയാണ്. അന്ന് മേറ്റുമാര് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കരുത്, ലോൺ കിട്ടത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതാ, ലോൺ കിട്ടത്തില്ല. അക്കൗണ്ടിൽ 100 രൂപ ഇടാൻ പറ്റാത്ത, 1 രൂപ ഇടാൻ പറ്റാത്ത ആർക്കും ലോൺ കിട്ടത്തില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. എന്നിട്ട് അവന്റെ പെണ്ണുപിള്ളി ആദ്യം വിട്ടിട്ട് SBI ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്ത്. അവനറിയാം നരേന്ദ്രമോദി വെറുതെ ഒരു അക്കൗണ്ട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ആ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തവന്റെ അക്കൗണ്ടിലേക്ക്, എടുത്ത അമ്മമാരുടെ അക്കൗണ്ടിലേക്ക്, സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് ഇവിടെ ഒരു മഹാമാരി വന്നു, കോവിഡ്. പിടിച്ചു കെട്ടാൻ വയ്യ. ഇവർ ചോദിച്ചു, പാത്രം കൊട്ടിയാൽ എങ്ങനെയാണ് കോവിഡ് പിടിച്ചു കെട്ടുന്നതെന്ന് പറഞ്ഞു. 130 കോടി ജനങ്ങളുള്ള ഈ ഭാരതത്തിലെ പ്രധാനമന്ത്രി പറഞ്ഞു, ഭയപ്പെടേണ്ട, സുരക്ഷയോടുകൂടി ഇരിക്കുക, സഞ്ചാരമൊന്ന് നിർത്തുക എന്ന് പറഞ്ഞു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ നമ്മളോട് പറഞ്ഞു, എന്താ, ഞങ്ങൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ ഇറക്കി തരാം, ഇച്ചിരി പൈസയും എന്നാട്ടെ. ഒരമ്മച്ചി ആടിനെ വരെ പിടിച്ച് കെട്ടി വിറ്റിട്ട് യുവമാർക്ക് പൈസ കൊടുത്തു. ക്യൂബയിലെ വാക്സിൻ ഇന്നുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഈ പിരിച്ച സഖാവിന്റെ ആസനത്തിലും കയറ്റിയത് നരേന്ദ്രമോദി വികസിപ്പിച്ച കോവിഷീൽഡും കോവാക്സിനുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ കോവിഡ് കാലത്ത് നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി. സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തവരുടെ അക്കൗണ്ടുകളിൽ 1500 രൂപ നരേന്ദ്രമോദി നിക്ഷേപിച്ചു. എല്ലാവർക്കും 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായുള്ള ഗരീബ് കല്യാൺ അന്ന യോജന വഴി എല്ലാവർക്കും സൗജന്യമായ ധാന്യങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്തു നരേന്ദ്രമോദിജി. പിന്നീട് നരേന്ദ്രമോദിജി 2014 തുടങ്ങിയിട്ടുള്ള ജൈത്രയാത്രയിൽ പറഞ്ഞതാണ്, എല്ലാവർക്കും കക്കൂസ് നൽകാം. അയ്യോ, കേരളക്കാർക്ക് അലർജി, വീട്ടിൽ 3, അകത്ത് 3, പുറത്ത് 4 കക്കൂസും. 1.5 ലക്ഷത്തിൽ കൂടുതൽ കക്കൂസാണ് ഈ കേരളത്തിൽ വിതരണം. യുവമാര് പറഞ്ഞത് എല്ലാവർക്കും ഞങ്ങൾ കക്കൂസ് കൊടുത്തിരിക്കുകയാണ്. നരേന്ദ്രമോദി 13,500 രൂപ വെച്ച് കക്കൂസ് അനുവദിക്കുക. ഓരോ പഞ്ചായത്തിലേക്കും അനുവദിച്ചപ്പോ യുവമാര് ഡോർ ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി വെച്ചു, പിണറായി വിജയൻ ഈ കക്കൂസിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ച പാർട്ടിയാണോ CPM. ഈ നരേന്ദ്ര മോഡിജി കൊടുത്തുള്ള 13,500 രൂപ മാറ്റിയിട്ട് ആനയെ മേടിച്ച് കെട്ടിയപ്പം കേശവൻ വക ഒരു തൊടല് അല്ലെങ്കിൽ ഒരു തോട്ടി എന്ന് പറയുന്നതാണ്. ഇവന്മാർ നമ്മളെ അട്ടിമറിക്കുകയാണ് നമ്മുടെ ഓരോ പദ്ധതികൾ. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കക്കൂസ് നൽകി. പിന്നീട് പറഞ്ഞു, ഇവന്മാർ 2014 പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി മൊത്തം ഇല്ലാതാവുന്നു. അന്നത്തെ ശമ്പളം 125. 11 വർഷം നരേന്ദ്രമോദിജിയുടെ ഭരണം കഴിഞ്ഞപ്പോ 369 രൂപ ശമ്പളം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക്. ഇപ്പം പറയുന്നത് ഓട്ടോ ഒരിടത്ത് എടുക്കണം, ഫീസാപ്പ് ഉപയോഗിച്ചാൽ എടുക്കാൻ പറഞ്ഞു. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയണം. 1 കിലോമീറ്റർ അപ്പുറത്ത് നടന്നു പോയിട്ടാണ് ഇപ്പൊ ജോലി ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ അങ്ങ് തെറ്റിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരെ. കൃത്യമായിട്ടും ശമ്പളം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നരേന്ദ്രമോദിജി നൽകുന്നു. ഇവിടെയോ, ഇവിടെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരു KSRTC ബസ് ഡ്രൈവർക്ക് പോലും കൃത്യമായിട്ടുള്ള ശമ്പളം നൽകാൻ കഴിയുന്നില്ല. നെൽ കർഷകർ അവരുടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് മുളച്ചു വരണം. യുവമാര് ഈ മുള വന്ന നെല്ല് മാത്രമേ എഴുതൂ. എന്നിട്ടോ ആ കർഷകൻ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ലോൺ എടുക്കണം ബാങ്കിൽ. ഇവരാണ് പറയുന്നത് കർഷകർക്കെതിരാണ് നരേന്ദ്രമോദിജി. സുഹൃത്തെ, ഈ കമ്മ്യൂണിസ്റ്റുകാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, കർഷകർക്കെതിരാണോ നരേന്ദ്രമോദിജി? ഇവിടെ പല പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നില്ലേ? ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, ദേവഗൌഡ ഉണ്ടായിരുന്നു, താടിയുള്ള IK ഗുജറാൾ ഉണ്ടായിരുന്നു. മരപ്പാവയായിട്ടുള്ള ഒന്നും മിണ്ടാത്ത ഒരു പാവപ്പെട്ട മൻമോഹൻ സിംഗ് ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. വായില്ല കുന്നിലപ്പൻ എന്നാണ് BJP-ക്കാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്.
ഒരൊറ്റ മലകയറ്റമേ ഉള്ളൂ. നാറാണത്ത് ഭ്രാന്തന്റെ വയലില കുന്നിലേക്കുള്ള ഒരു മലകയറ്റം. അതുപോലെ വലിയ മിണ്ടാട്ടമൊന്നും അദ്ദേഹത്തില്ല. അങ്ങനെയുള്ള നിരവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അല്ലയോ കമ്മ്യൂണിസ്റ്റുകാരാ, അല്ലയോ കോൺഗ്രസുകാരാ, നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2000 വെച്ചൊരു വർഷം 6000 രൂപ നിക്ഷേപിച്ചിരുന്നു? നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് കർഷകർക്കെതിരാണ്, ഇപ്പൊ ട്രാക്ടർ ഓടിച്ച് ഞങ്ങൾ ചുവപ്പ് കോട്ട തകർക്കും, പാർലമെന്റിലെ JC പ്രക്ഷോഭം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കർഷകരെ കൊണ്ടുവന്നു. കോടതി പറഞ്ഞു തകർത്തേരെ. BJP ഈ ജനാധിപത്യ രാജ്യത്ത് ജൻസിയുടെ ഏത് ജേഴ്സി വന്നാലും അതിനെ തകർക്കാൻ കേൾപ്പുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അതാണ് നരേന്ദ്രമോദിയുടെ ഭരണം. അപ്പോ കർഷക സമ്മാൻ നിധി, ആ കർഷക സമ്മാൻ നിധി വന്നപ്പോൾ മേറ്റുമാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, അവരുടെ മൊബൈലിലേക്ക് ഒരു വോയിസ്, പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ, ഒരു കാരണവശാലും നിങ്ങൾ കർഷക സമ്മാൻ നിധി അപ്ലൈ ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങളുടെ വസ്തു നിലമാണെങ്കിൽ നരേന്ദ്രമോദി അത് കരയാക്കും, അതുപോലെ തന്നെ കരയാണെങ്കിൽ നിലമാക്കും. പിന്നെ ഈ വസ്തു എല്ലാം കൂടി ഹനുമാൻ മരുത്വാമനെ എടുത്തുകൊണ്ട് പോയതുപോലെ ഈ ഡൽഹിയിലേക്ക് നരേന്ദ്രമോദി എടുത്തോണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കും. ഈ പറഞ്ഞ സഖാവിന്റെ പെണ്ണുമ്പോൾ ആദ്യം അക്ഷയ കേന്ദ്രത്തിൽ പോയി കർഷകയായിട്ട് അവരാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. പറയുന്നതിൽ ഒന്ന് പ്രവർത്തിക്കുന്നു, പറയുന്നത് വേറൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അവരുടെ അക്കൗണ്ടിലേക്ക് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് നരേന്ദ്രമോദി സ്വിച്ച് അമർത്തുന്നതെങ്കിൽ ഈ 23-ാം തീയതി ഒരു സ്വിച്ച് അമർത്തൽ ഉണ്ടായിരുന്നു. 2000 രൂപ വെച്ച് കിട്ടി. എന്നിട്ടാണ് ഈ 2000 രൂപ വെച്ച് കിട്ടി ഇതിന്റെ പൈസ എടുത്തിട്ട് പശ മേടിച്ച് ഒട്ടിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ ഇവർ ചീത്ത വിളിക്കുന്നത്. അവിടെ ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാഴ്സിക്കുണ്ട്, ജൈനനുണ്ട്. അവിടെ ഒരു ജാതീയമായുള്ള വ്യത്യാസവും നരേന്ദ്രമോദി കർഷക സമ്മാൻ നിധി നൽകിയപ്പോഴില്ല. ഇപ്പൊ കൃത്യമായിട്ട് 80,000 രൂപയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇവരിടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്തിയ ലക്ഷങ്ങൾ എന്ന്. കാരണം ഇനി ലക്ഷങ്ങളാണ് അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. കാരണം ഈ പദ്ധതി നിർത്താൻ പോകുന്നില്ല, BJP ഭരണത്തിൽ നിന്ന് വെളിയിലേക്ക് പോകാനും പോകുന്നില്ല എന്നുള്ള കാര്യമാണ് രാഷ്ട്രീയ എതിരാളികൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നരേന്ദ്രമോദിജി നടപ്പിലാക്കിയിട്ടുള്ള കർഷക സമ്മാൻ നിധി, സ്വച്ഛ് ഭാരത്, അതുപോലെ ഗ്യാസ് ഇല്ലാത്തവർക്ക് ഉജ്ജ്വല യോജന പദ്ധതി, BPL വിഭാഗത്തിൽപ്പെട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് സൗജന്യമായുള്ള ഗ്യാസ് കണക്ഷൻ എന്തിനാ നൽകിയത്? ലോകാരോഗ്യ സംഘടന നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഏറ്റവും കൂടുതൽ ശ്വാസകോശ രോഗികളായിട്ടുള്ള ആൾക്കാരുള്ളത്, വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുള്ളത് ഭാരതത്തിലാണ്. എത്രയും പെട്ടെന്ന് ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടി ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കൊടുക്കുന്നത്. എല്ലാവരുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ജൽജീവൻ മിഷൻ പദ്ധതി കേന്ദ്രത്തിന്റെ ഫണ്ട് കൃത്യമായിട്ട് എത്തിക്കുകയാണ്. ഇവിടെ ഇവന്മാരും കോൺട്രാക്ടറോട് പറയും ഏതെങ്കിലും ചൂള പൈപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പൈപ്പ് ഇടിയിപ്പിച്ചിട്ട് ആ പൈപ്പ് വെള്ളം ഓൺ ചെയ്ത് കഴിയുമ്പോൾ വൃന്ദാവൻ ഗാർഡനിലുള്ള ഡാൻസിംഗ് ഫൗണ്ടൻ പോലെയാണ് ഈ പൈപ്പെല്ലാം പൊട്ടി പോവുകയാണ്. നിങ്ങൾ പറയാണ് ഇത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ്. ഇതിന്റെ പൈസ മേടിച്ചതാണ് ഇവിടുത്തെ CPM-ന്റെ നേതാവ്. കോൺട്രാക്ടറെ പിന്നെ വിരട്ടിയിടാ, കുറഞ്ഞ പൈപ്പ് ഇട്ടാൽ മതി, വെള്ളം എങ്ങനെയും പൊക്കോളൂ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നേതാവ് പറഞ്ഞത്. അപ്പൊ ഇതിനെ അട്ടിമറിക്കുകയാണ്. പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യാൻ സമ്മതിക്കുകയില്ല, അവിടെ തടസ്സങ്ങൾ ഉണ്ടാക്കുക. നരേന്ദ്രമോദിജി 2024 ഇവിടെ ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്നും പൈപ്പിട്ട് കളിക്കുന്നതല്ലാതെ ജൽജീവൻ മിഷൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനുള്ള ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി ഒപ്പിടാത്ത സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഇല്ലെങ്കിൽ അട്ടിമറിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണുള്ളത്. നിങ്ങൾ ഓർക്കണം. 70 വയസ്സിന് മുകളിലുള്ള വയോവൃദ്ധർക്ക് സൗജന്യ ചികിത്സ 5 ലക്ഷം രൂപയുടെ നൽകുന്ന പദ്ധതി എന്തുകൊണ്ട് ഇവർ ഒപ്പിടുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോ ആ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതികളുടെ ഭാഗമായി 2019 BJPയുടെ ഏറ്റവും റെക്കോർഡ് സീറ്റ് 303 നമുക്ക് ലഭിച്ചു. 303 സീറ്റാണ് അന്ന് ലഭിച്ചത്. പക്ഷേ 2024 നാം ആഗ്രഹിച്ചത് 400 മുകളിൽ സീറ്റാണ്. പക്ഷേ ഈ രാജ്യത്തെ ആന, മയിൽ, ഒട്ടകം, പെരുമ്പാമ്പ്, മൂർഖൻപാമ്പ്, പഴുതാര, ഇരുതലമൂരി ഇവന്മാരെല്ലാം കൂടെ ഒന്നിച്ചു BJP അടിച്ചാണ്. പക്ഷേ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 240 ലോക്സഭാ സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി നേടി. ഇവിടെ ഒരു സെഞ്ചുറി അടിച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടി.
അവർ പറയുന്നത് 240 വലുത് 100 എന്നാണ്. KC വേണുഗോപാൽ പറയുന്നത് 100. BJP ഭരണത്തിൽ നിന്ന് പോകാൻ പോകുന്നു. നരേന്ദ്രമോദി എങ്ങോട്ടും പോകാൻ അനുവദിക്കില്ല. ആരാ? നിതീഷ് കുമാർ. അമിത്ഷാ എങ്ങും പോകാൻ അനുവദിക്കില്ല. ആരാ? ചന്ദ്രബാബു നായിഡു. BJP സർക്കാർ രൂപീകരിക്കില്ല. മൊട്ടയാരും പറഞ്ഞ നമ്മുടെ കുളത്തൂപ്പുഴക്കാരൻ റിപ്പോർട്ടർ ചാനലിന്റെ ആള് BJPയുടെ സർക്കാരേ രൂപീകരിക്കില്ല. ഇവന്മാര് പറഞ്ഞത് നിങ്ങൾ കണ്ടു. ഒരു കുഞ്ഞാടിനെ പോലെ നരേന്ദ്രമോദിയുടെ മുന്നിൽ നിൽക്കുകയാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും പിന്തുണ കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് ചുംബിക്കുകയാണ്. വനിതാ ക്രിക്കറ്റർ ലോകകപ്പ് നേടിയപ്പോ നമ്മളുടെ ഒരു ബാറ്റ്സ്മാൻ പറഞ്ഞതാണ്, അങ്ങയുടെ മുഖത്തിന്റെ ഐശ്വര്യം എന്താണ് എന്ന് ആ കോൺവെർസേഷൻ ഇടയ്ക്ക് ചോദിച്ചു. പ്രധാനമന്ത്രി നൽകിയ ആ സ്വീകരണത്തിൽ സ്മൃതി മന്ദാനയും അതുപോലെ തന്നെ നമ്മുടെ ഹർമൻപ്രീത് കൗറും ഒക്കെ ചെന്നിട്ട് ആ കോൺവെർസേഷൻ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന്റെ രഹസ്യം ഞാൻ പറയില്ല, തമാശ രൂപേണയാണ് പറഞ്ഞത്. അങ്ങനെ ഐശ്വര്യത്തിന്റെയും ചൈതന്യത്തിന്റെയും പ്രതീകമായിട്ടുള്ള ആ നരേന്ദ്രമോദി 2024 ഇവിടെ സർക്കാർ ഉണ്ടാക്കി. ആ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ചിലർ നമ്മൾ എപ്പോ ജയിച്ചാലും ഇവന്മാര് പറയുന്നത് മിഷൻ ശരിയല്ല, അതുപോലെ കള്ളവോട്ട് ചെയ്തിട്ടാണ്. ആദ്യം സുരേഷ് ഗോപി ജയിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അക്കൗണ്ട് ഏതെങ്കിലും ബാങ്കിലെ തുറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇവിടെ MP ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. 7 നിയോജക മണ്ഡലമുള്ളിടത്ത് ഗുരുവായൂർ ഒഴിച്ച് 6 നിയോജക മണ്ഡലത്തിലും BJP വോട്ടെണ്ണിക്കൊണ്ടിരുന്നു. ഞങ്ങളൊരു ദേവി വിലാസം ലൈബ്രറി കൊണ്ട് വായിക്കില്ല, അവിടെ ഇരുന്ന ഞാൻ ഈ വോട്ടെണ്ണി കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കാണുന്നത്. BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് പറഞ്ഞ് ആദ്യം എണ്ണിയപ്പോൾ ലീഡ് ചെയ്യുകയാണ് സുരേഷ് ഗോപി. 10,000, 20,000, 25,000. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ്, ഇരിങ്ങാലക്കുട ബിന്ദു മന്ത്രിയുടെ മണ്ഡലമാണ്, അത് എണ്ണുമ്പോൾ ആര് ഈ സുനിൽകുമാർ മേളി വരും എന്നാ പറഞ്ഞത്. ബിന്ദു മന്ത്രിയുടെ മണ്ഡലം എണ്ണിയപ്പോൾ നമ്മുടെ ഭൂരിപക്ഷം 60,000 ഇരിങ്ങാലക്കുട എണ്ണിയപ്പോൾ. പിന്നെ അവസാനം 75,000 വോട്ടിന് സുരേഷ് ഗോപി ഇവിടെ ചരിത്രം രചിച്ച് കേന്ദ്ര മന്ത്രിയായപ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് എന്താ? തൃശൂർ പൂരത്തിന്റെ എഴുന്നള്ളത്തിന് ആനയുടെ ഇടയിൽ നീർക്കോലി ഇട്ടാണ് ഈ സുരേഷ് ഗോപി ജയിച്ചതെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു പൂരം കലക്കിയിട്ടാണ് ബാലകരാമന്റെ പിന്നെ ഈ പ്രതീകാത്മകമായിട്ട് കുടമാറ്റത്തിൽ ബാലകരാമന്റെ രൂപം ഉയർത്തിയാണ് ജയിച്ചതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കള്ളയോട്ട് ചേർത്തിട്ടാണ്. എന്താ കള്ളയോട്ട്? എന്താ കള്ളയോട്ട്? നിന്റെ ബൂത്തിൽ നിന്റെ ഇന്നേജന്റിനെ പിന്നെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നതിന്? അവർ ചായപ്പടയും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതിന് ഉറങ്ങാനാണോ നിന്റെ ബൂത്തിൽ കള്ളയോട്ട് ചെയ്യുമ്പോ കോട്ടുവാടിച്ചിരുന്നാ മതിയോ? ചലഞ്ച് ചെയ്യണ്ടേ? നരേന്ദ്രമോദിജി ഇവിടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ MP ആയി വിജയിച്ചിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞു, 1 വർഷക്കാലമായിട്ട് ഞാനും എന്റെ അനുജനും ഫാമിലിയും ഉൾപ്പെടെ തൃശ്ശൂരിൽ വന്ന് താമസിച്ച് ഇവിടെ താമര വിരിയിച്ചേ പറ്റൂ എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവിടെ വോട്ട് ചേർക്കുന്നത്. ഈ വോട്ട് ചേർക്കുമ്പോൾ അത് സാങ്ഷൻ ചെയ്തത് ആരാന്നറിയാം? NGO സംഘിന്റെ ആളല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നും പിരിവ് കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എല്ലാം സാങ്ഷൻ ചെയ്ത് ഈ വോട്ടർ പട്ടികയില് പേര് വരുത്തി. ഇലക്ഷൻ നടന്നപ്പോൾ നമ്മൾ ജയിച്ചപ്പോ ഇവന്മാര് പറയുകയാണ്, ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടമല്ല വെച്ചത്, ചെമ്പ് കിരീടമാണ്. നമ്മുടെ ഈ ചെമ്പ് കിരീടമേ ഉള്ളൂ. സ്വർണം കണ്ടാൽ ഭ്രാന്താവുന്നത് ആർക്കാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലിയുഗവരതനായിട്ടുള്ള അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ഒരു ആചാരം നിലനിൽക്കുകയാണ്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ ആ സന്നിധാനത്തിലേക്ക്, അയ്യപ്പന്റെ സന്നിധാനത്തിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു ആചാരം നിലനിൽക്കുമ്പോ അങ്ങാടിപ്പുറത്ത് സ്വന്തം ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങിയ കനകദുർഗയെ ഇന്നോവ കാർ വിളിച്ച് പമ്പയിൽ കൊണ്ടുവന്ന് ചക്കരച്ചാക്കിന്റെ ട്രാക്ടറിൽ കയറ്റി സന്നിധാനത്ത് കൊണ്ടുപോയി മല ചവിട്ടിച്ചത് ആരാണ്? കനകദുർഗയുടെ മോൻ രാവിലെ എഴുന്നേറ്റ് ആ കനകദുർഗയുടെ ഭർത്താവിനോട് പറയുകയാണ്, അച്ഛ എഴുന്നേതോ, അമ്മ ജനം TV നിൽക്കുന്നു. അച്ഛനോടൊപ്പം കിടന്നുറങ്ങിയ കനകദുർഗ, ആ കനകദുർഗയെ 18ാം പടി ചവിട്ടിച്ചത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരൻ. ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരു ഭക്ത അയ്യപ്പന്റെ വലിയ ഭക്തയാണെന്നാണ് പറയുന്നത്. അവരെ മല ചവിട്ടിച്ചത് ആര്? CPM-കാരൻ. എത്രയോ നമ്മുടെ എല്ലാവരുടെയും പേരിൽ കേസെടുത്ത് ഞാൻ ഉൾപ്പെടെ
സബ് ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അവിടെ ഇപ്പം കിടക്കുന്നത് ആരാണെന്ന് അറിയാമോ? CPM-ന്റെ കുളക്കട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള, ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നിട്ടുള്ള, 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ വാസു. പ്രാന്ത കിടന്ന് വിളിക്കുക, ജയിലിൽ കിടന്ന് അലറുകയാണ്. സഹ തടവുകാർ പറയുന്നത് ഇതിനെ എവിടെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനാ പറയുന്നത്. പ്രാന്തായി. അന്ന് കള്ളക്കേസ് എടുത്ത് അയ്യപ്പ ഭക്തരെ ജയിലിലടച്ച ആ നേതാക്കൾ എവിടെയാണ്? കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് ഇത്തരത്തിലുള്ള സ്ത്രീകളെ കയറ്റി വിട്ടവന്മാർ എവിടെ? ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായി, ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷേ തിരുനടയിൽ ചെന്ന് കിടന്ന് കരയുകയായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. തെറ്റ് പറ്റിപ്പോയി. കലിയുഗ വരദനായിട്ടുള്ള അഖിലാണ്ട ബ്രഹ്മത്തിനുടയവനായിട്ടുള്ള അയ്യപ്പ ഭഗവാന്റെ തിരുസന്നിധിയായിട്ടുള്ള ആ പൂങ്കാവനത്തിൽ പമ്പയിൽ ഇപ്പൊ ഇവരൊരു സമ്മേളനം നടത്തി. നമ്മളെല്ലാം കണ്ടതാണ്. ആഗോള അയ്യപ്പ സംഘം. എന്തിനാണെന്ന് പ്രശാന്തിനോട് ചോദിച്ചു. അയ്യപ്പന്റെ ഖ്യാതി ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളിലും എത്തണം. ആഫ്രിക്കയിലെ നെയ്റോബിയിലൊക്കെ എത്തണമെന്നാണ് ഇയാൾ പറയുന്നത്. എടാ, അയ്യപ്പന്റെ ഖ്യാതി ഉണർത്താൻ ഇവന്മാര് ഈ 6000 പേരെ വിളിച്ച് സമ്മേളനം നടത്തേണ്ട കാര്യമുണ്ടോ? 6000 പേര് വന്നു. പഴയുടെ മോഹനൻ നമ്പൂതിരി ആഹാരം ഒരുക്കിയത് 6000 പേർക്കാണ്. പരിപാടി കഴിഞ്ഞപ്പോൾ പഴയുടെ മോഹനൻ നമ്പൂതിരി പറഞ്ഞു, നിൽക്കണം, ഇല്ലെങ്കിൽ ഇത് വേസ്റ്റായി പോകും. ഞാൻ പമ്പ ആറ്റിൽ ഒഴുക്കാൻ, പമ്പ ഇതിൽ ഇവിടെ ഒഴുക്കാനേ പറ്റും. നിങ്ങൾ പഴകിഞ്ഞായിട്ടെങ്കിലും ഉപയോഗിക്കണം. പാഴ്സലിൽ പോവുകയാണ്. 6000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 600 പേരെ പോലും പങ്കെടുപ്പിക്കാൻ കഴിയാത്ത പാർട്ടിയായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി, ദേവസ്വം ബോർഡ് മാറി. പക്ഷെ എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി പൊടിച്ചത്? ഇത് അയ്യപ്പന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് പോകുന്നത് നാം മനസ്സിലാക്കണം. ഇത് നമ്മൾ പറയണം. വീടുകളിൽ കയറി ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരോട് പറയണം. നിവേദനം ഒപ്പിടാൻ വേണ്ടിയുള്ള മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മോഡൽ ഇല്ലെങ്കിൽ അയച്ചു കൊടുക്കും. എന്താണ് ഇത്? ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഏറ്റെടുക്കണം നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ ഇന്ത്യൻ പ്രസിഡന്റിനും നരേന്ദ്രമോദിക്കും കൊടുക്കുകയാണ്. നമ്മൾ ഒപ്പിടണം. അയ്യപ്പ ഭഗവാന്റെ യോഗദണ്ഡ് നമുക്കറിയാം. ആ യോഗദണ്ഡ് എടുത്ത് കളിക്കാൻ കൊടുത്തത് ആർക്കാ? പത്മകുമാറിന്റെ മകനാണ്. അതിന്റെ സ്വർണം കെട്ടിക്കാൻ വേണ്ടി അയ്യപ്പന്റെ യോഗദണ്ഡ് എടുത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരൻ. അയ്യപ്പന്റെ കട്ടളപ്പാളി അടിച്ചോണ്ട് പോയത് കമ്മ്യൂണിസ്റ്റുകാരൻ. അതുപോലെ തന്നെ അവിടുത്തെ മേൽക്കൂര ഇളക്കാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരൻ. അവനാണ് പറയുന്നത് ഞങ്ങളാണ് ആചാരം സംരക്ഷിക്കുന്നത്. അവരുടെ ആചാരമൊക്കെ സംരക്ഷണം നമ്മൾ കണ്ടു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സ്വർണത്തിലാണ് അവരുടെ കണ്ണ് എന്നുള്ളതാണ് നാം പറഞ്ഞു വന്നത്. ഇപ്പൊ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പത്മനാഭസ്വാമി അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് ബി നിലവറ ഒന്ന് തുറന്നു കൊടുക്കണം. കമ്മ്യൂണിസ്റ്റുകാരുടെ പുതിയ ആവശ്യമാണ്. നമ്മളുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ സമർപ്പിച്ചിട്ടുള്ള ബി നിലവറ തുറന്നു കൊടുക്കണം. അതിലെന്തോ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഫസ്റ്റായി ബി നിലവറ ഇവന്മാർക്ക് തുറന്നു കൊടുത്ത ഇവന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മൊത്തം അതിനകത്ത് കയറി നിരങ്ങും. അവിടെ പിന്നെ സ്വർണമാണെങ്കിൽ ഇവന്മാർ ചെമ്പം എഴുതും. അറക്കാട് തിരുത്തുന്ന പരിപാടി ഇവന്മാർക്ക് പണ്ടേയുണ്ട്. ഇതിപ്പോ പിടിച്ചതെങ്ങനെയാണ്? ഹൈക്കോടതിയാണ് ഇത് പിടിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. അല്ല നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് വാസവനും മുഖ്യമന്ത്രിക്കും ഒക്കെ പറയാവുന്നേ ഉള്ളൂ. ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ആണ്. ഇനി സകല നേതാക്കളും പൊങ്ങുന്ന കോളാണ് കാണുന്നത്. പത്തനംതിട്ടയുടെ പമ്പയുടെ പുത്രനായിട്ടുള്ള കൊല്ലം ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള നമ്മുടെ അജിത്തേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കും. അതുകൊണ്ട് താമരപ്പാടമായിരിക്കണം ഡിസംബർ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണുമ്പോൾ നിങ്ങൾ എല്ലാവരും നരേന്ദ്രമോദിയുടെ ചിഹ്നമായിട്ടുള്ള താമരമുദ്രയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ NDA കക്ഷിയായിട്ടുള്ള BDJS-ന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും കുടം ചിഹ്നത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വോട്ടഭ്യർത്ഥന നിർത്തുന്നു. ജയ് ഹിന്ദ്.
ഉദ്ഘാടനം കഴിഞ്ഞ് പോയി ഞാൻ പോയി സ്ഥാനാർത്ഥി കട്ടാവുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ചിതറ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ലക്ഷ്മണപ്രസാദ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ജയചന്ദ്രൻ ആലഞ്ചേരി, അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ, പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ്, ശ്രീ കുത്തയം ബിജു, ശ്രീ ഗിരീഷ് വയല, ശ്രീ അനിൽകുമാർ, ശ്രീ എസ് വിജയൻ, പേരുമൂട് സണ്ണി, ബിജു ചിതറ, ജയകുമാർ, പാർട്ടിയുടെ ചടയമംഗലം ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി രാജീവ് കൃഷ്ണ, ചിതറ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീ MR പ്രശാന്ത്, പാർട്ടിയുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ, പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുമ്പ് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വളരെ വിശദമായി ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, വിജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നിങ്ങളോടൊക്കെ സവിസ്തരം സംസാരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രബല മുന്നണികൾ ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിനെതിരെ മത്സരിക്കുന്നു. ഒന്ന് രാജ്യം, ഈ കേരളവും വർഷങ്ങളായി ഭരിച്ച കോൺഗ്രസ്, ആകാശവും ഭൂമിയും പാതാളവും അവർ ഭരിച്ച കാലഘട്ടങ്ങളിൽ കൊള്ളയടിച്ച കക്ഷികൾ. രാജ്യത്തിന്റെ വിദേശ രാജ്യങ്ങളിൽ ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുവാൻ ഒരവസരമുണ്ടെങ്കിൽ അത് ഫലപ്രദമായി ഭാരതം ലോകത്തിലെ ഏറ്റവും പട്ടിണി രാജ്യമാണ്, ഭാരതത്തിൽ ജനാധിപത്യമില്ല, ഭാരതത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുവേണ്ട, പാകിസ്ഥാനോട് ഭാരതം തോറ്റു അടക്കം ലോകരാജ്യങ്ങളിൽ ഭാരതത്തെ എപ്പോഴും കടന്നാക്രമിക്കുന്ന, ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു നേതാവാണ് കോൺഗ്രസിന്റെ ഇന്ന് രാജ്യത്ത് നിയന്ത്രിക്കുന്ന രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച്, കൗവീരത്തെ പിടിച്ച് നടക്കുന്ന ഒരു കൊച്ചു പയ്യന്റെ ബുദ്ധി മാത്രമാണ് ഇന്ന് രാജ്യം കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന
കോൺഗ്രസിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. തീർച്ചയായും ആ പാർട്ടിയും ഈ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചവർ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവർ, നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി, അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസും അതുതന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തെയോ, ഭാരതം പുരോഗതി പ്രാപിക്കുന്നതിനെയോ, ഭാരതം ശക്തമാകുന്നതിനെയോ ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കുന്നവരല്ല. അവരുടെ പാർട്ടി കോൺഗ്രസ് അടക്കം, ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന പാർട്ടി കോൺഗ്രസ് അടക്കം അവർ പ്രകീർത്തിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചും ചൈനയുടെ മുന്നേറ്റത്തെക്കുറിച്ചുമാണ്. ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ മനോഭാവം എന്താണ്? ഭാരതത്തിന്റെ കാര്യങ്ങളെ കുറിച്ചല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്യപ്പെടുന്നത്, മറിച്ച് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക സ്ഥിതിയും ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് നേരിടുന്ന ഭീഷണിയെക്കുറിച്ചുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിന് വേണ്ടിയാണോ, ഭാരതത്തിന്റെ ശ്രേയസ്സിന് വേണ്ടിയാണോ, ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണോ അവരുടെ യഥാർത്ഥ നിലപാട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 62-ലും അതിനുശേഷവുമുള്ള കാലഘട്ടം പരിശോധിച്ചാൽ അതുതന്നെയാണ് അവസ്ഥ. പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ അവകാശങ്ങളും, അവരുടെ ഭരണം കൊണ്ട് എല്ലാ അവകാശങ്ങളും സാധാരണക്കാരന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. സാധാരണക്കാരായ ആൾക്കാർക്ക് ജീവിക്കുവാൻ നിർവാഹമില്ലാത്ത നിലയിലേക്ക് കഴിഞ്ഞ 11 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഇത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും കേരളത്തിലെ വിലക്കയറ്റമാണ്. ഒരു സാധനത്തിനും വില കുറവില്ല. നമ്മൾ ഏതൊരു സാധനം ഈ കേരളത്തിലെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ വിലക്കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റ തോത് കുറയുമ്പോൾ ഇവിടെ 9%, 10% അടക്കമാണ് വിലക്കയറ്റ തോത്. ഞാൻ സൂചിപ്പിച്ചത് രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനും വിലക്കയറ്റം കുറയ്ക്കുവാനും നമ്മുടെ സർക്കാരുകൾക്ക്, കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മറിച്ച് അത് വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. എന്തുകൊണ്ടാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് GST കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളെ അതിന്റെ സ്ലാബുകൾ 28, 18, 12, 5 ഈ സ്ലാബുകള് നമ്മൾ കാലോചിതമായി വെട്ടിക്കുറച്ചു. 28, 18 ആക്കി, 12, 5 ആക്കി. ഇപ്പൊ 2 സ്ലാബുകൾ മാത്രമാണ് ഈ രാജ്യത്ത് നികുതി ദായകമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, GST ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒന്ന് 18%, ഒന്ന് 5%. 5% ഉണ്ടായിരുന്ന പല സാധനങ്ങളുടെയും നികുതി 0 തീർന്നു എന്ന് പറഞ്ഞാൽ നികുതി രഹിതമായ ഒരു രാജ്യം. അതാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ പ്രയാണത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ, നമ്മുടെ സർക്കാർ 18-ൽ നിന്ന് 28-ൽ നിന്ന് 18-ഉം 12-ൽ നിന്ന് 5-ഉം ആക്കിയതെങ്കിൽ 5-ൽ നിന്ന് 0-ലേക്ക്
പല സാധനങ്ങളുടെയും ജീവൻ രക്ഷ ഔഷധങ്ങൾ അടക്കമുള്ള മരുന്നുകൾ അടക്കമുള്ള പലതിന്റെയും വില ഇന്ന് നികുതി രഹിതമായിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ആ നികുതി രഹിതമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തില് ആ ജീവൻ രക്ഷാ മരുന്നുകൾ അടക്കമുള്ളതിന് വില ഒരു ശകലം പോലും കുറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. 28 നിന്ന് 18 ആയതിന്റെ ഗുണം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. 18 നിന്ന് 5 ആയ ആ കുറവ് കേരളത്തിലെ സാധാരണക്കാരായ ഞാനും നിങ്ങൾ നടക്കുന്ന സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് കാരണം? ഈ കേരളത്തിലെ GST ഉദ്യോഗസ്ഥർ അത് നരേന്ദ്രമോദി സൃഷ്ടിച്ച ഉദ്യോഗസ്ഥരല്ല, മറിച്ച് ഈ കേരളത്തിലെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ധാരാളം ഉദ്യോഗസ്ഥരാണ് GST വകുപ്പിലിരിക്കുന്നത്. അവർ സമയാസമയങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി അന്യായമായ കൊള്ളയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാനും കുറച്ച നികുതി സാധാരണക്കാരനായ ആൾക്കാർക്ക് ലഭ്യമാകുവാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത്, അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കേരളത്തിലെ സർക്കാരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ രാജ്യത്ത് നികുതി കുറഞ്ഞപ്പോൾ കേരളത്തിലെ നികുതി കൂട്ടിക്കൊണ്ട് നികുതി അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു ഭരണ സമ്പ്രദായമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഈ നമ്മുടെ സാധാരണ ഒരു നാരങ്ങ വെള്ളം കുടിക്കുവാൻ ചെറിയ കടകളിൽ പോയാൽ ആ നാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് അവസാനം കണ്ടിയായി വലിച്ചെറിയുന്നത് പോലെയാണ് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചതിന് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ സാമ്പത്തിക മേഖല, കാർഷിക മേഖല, വ്യവസായ മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല അടക്കം സകലതും നാരങ്ങ പിഴിഞ്ഞ് ചണ്ടിയാക്കുന്നത് പോലെ ഇന്ന് പിഴിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് കേരളത്തെ കാണാൻ കഴിയുന്നത്. ഇന്ന് PSCയുടെ പരീക്ഷ എഴുതണ്ട, കോളേജിൽ പോകണ്ട, പക്ഷെ കോളേജിൽ പോകണ്ടാത്തവന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ നാടാണ് വിദ്യാഭ്യാസത്തിൽ നമ്പർ 1. PSC പരീക്ഷ റാങ്ക് ലിസ്റ്റിലെ പേര് വരണ്ട, PSC പരീക്ഷ എഴുതണ്ട, പക്ഷെ അവൻ PSCയിലെ 1ാമത്തെ റാങ്കുകാരനായി മാറുന്ന അത്ഭുത നാടാണ് കേരളം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കഷ്ടപ്പെട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് ഉറക്ക വിളച്ച് പഠിക്കുന്ന അതിന്റെ പ്രയോജനം അവർക്ക് ലഭിക്കുന്നില്ല. മറിച്ച് SFIക്കാരനായാൽ DYFIക്കാരനായാൽ അവന് റാങ്ക് ലിസ്റ്റിൽ പേര് കിട്ടുന്നു, അവന് ഉന്നത ഉദ്യോഗങ്ങൾ കിട്ടുന്നു. പോലീസില് അടക്കം ഒരു റാങ്ക് ലിസ്റ്റിലും വേണ്ട, ഒരു പരീക്ഷ എഴുതണ്ട, അവരെ 1ാമതാക്കുന്ന ജാലവിദ്യ നടക്കുന്ന നാടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കേരളം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര അപകടകരമായ സാഹചര്യമാണ്. സംസ്കൃതം അറിയാത്തവൻ, സംസ്കൃതത്തിൽ എഴുതാൻ അറിയാത്തവൻ, സംസ്കൃതം പറയാൻ അറിയാത്തവൻ ഇന്ന് PhDയിൽ അവന് ഡോക്ടറേറ്റ് കിട്ടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ നാട്. ഇതിനൊരു മാറ്റം വരട്ടെ. ഏത് മേഖല, എല്ലാ മേഖലയിലും കൊള്ള അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്താണ് കടയ്ക്കൽ. അവിടെ ഒരു വീട്ടമ്മ അവരുടെ വീട്ടിലേക്കുള്ള ടൈല് വന്നപ്പോൾ, വീട്ടിലിടാനുള്ള സാധനം വന്നപ്പോൾ അതിനെ ഇറക്കാൻ സമ്മതിക്കാതെ നോക്കുകൂലി വാങ്ങി അവർ സ്വന്തം ഇറക്കിയ നാടാണ്. എന്റെ സ്ഥലത്ത് ഒരു പാവം പിടിച്ച കർഷകൻ കുറച്ച് ഏക്കറിൽ അയാള് ഇഞ്ചി കൃഷി, ഇഞ്ചിക്ക് തണലിടാൻ ആ പാവം അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടൊക്കെ പോയി കുറച്ച്
കൂടുതൽ കരിയില കിട്ടുന്ന റബ്ബർ കരിയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയി കരിയിലൊക്കെ ഓരോ ചാക്കി കെട്ടി ഏതാണ്ട് ഒരു 150 കെട്ട് ചാക്ക് 150 ചാക്കിൽ ഈ കരിയില നിറച്ചു വെച്ചിരിക്കുക. ഒരു വണ്ടി വിളിച്ചു, ഭാര്യ ചാക്ക് ഭർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്ത് വണ്ടിയെ കയറ്റുന്നത്. അപ്പോൾ ഉണ്ട് 2 ചുമന്ന കൈലി തലയെ കെട്ടിയവർ, തോർത്ത് തലയെ കെട്ടിയവർ വരുന്നു. അവിടെ ഇത് നിങ്ങളുടെ പണിയല്ല, ഇതെന്റെ പണി, ഞാൻ കയറ്റും, നിങ്ങളവിടെ നോക്കി നിന്നാൽ മതി. ആര് പറഞ്ഞു? കരിയിലയാണ്, ഞങ്ങൾക്ക് കയറ്റാനുള്ളതേ ഉള്ളൂ, പറ്റത്തില്ല. ആ 150 കെട്ട് 150 ചാക്ക് കരിയില വണ്ടിയെ കയറ്റുന്നതിന് 1500 രൂപ ഞങ്ങൾക്ക് തന്നാലേ നിങ്ങൾ വേണേ കയറ്റിയോ, പക്ഷെ ഞങ്ങൾക്ക് 1500 രൂപ വേണം. 1500 രൂപ വേണം. കരിയില വേണം, നിങ്ങൾ കയറ്റിക്കോ, ഇല്ല ഞങ്ങൾ കയറ്റാം, സമ്മതമാണെങ്കിൽ ഇല്ല ഞങ്ങൾ കയറ്റും. പാവങ്ങൾ അവിടെ ഒരു ചെറിയ കാശ് കൊടുത്ത് പാവങ്ങൾ തന്നെ കയറ്റി. അവരുടെ വീടിന്റെ അടുക്കൽ ചെന്നപ്പോഴുണ്ട് വീണ്ടും ആൾക്കാർ, ഇത് ഇറക്കണോ? ഞങ്ങൾ കാശ് വന്ന് ഞങ്ങൾ ഇറക്കാം, നിങ്ങൾ അവിടെ നിൽക്കുക. 150 കെട്ട് ഉണക്ക കരിയില അവരെ കൃഷിയിടത്തിലേക്ക് ഇറക്കുന്നതിന് അന്യായമായ കാശും നോക്കുകൂലിയും വാങ്ങുന്ന നാടാണ് കേരളം എന്ന് പറയുമ്പോൾ, ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന് എങ്ങനെ ജീവിക്കും, കർഷകൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് പണ്ട് കർഷകർ നമ്മൾ പോയി വയലെല്ലാം നമ്മുടേതാണ് പങ്കിലി എന്ന് പറഞ്ഞ് പാടിയ ആ നാട് ഇന്ന് കർഷകരെ വീട്ടിലിരുത്തിയിരിക്കുന്നു. കർഷക തൊഴിലാളിയെ വീട്ടിലിരുത്തിയിരിക്കുന്ന ആരാണ് ഉത്തരവാദികൾ? ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കർഷക തൊഴിലാളിയെ കാണണമെങ്കിൽ, നാട്ടിൽ കാണണമെന്നുണ്ടെങ്കിൽ പാടത്തും പറമ്പിലുമല്ല, മറിച്ച് അവന് 1600 രൂപ വേതനം കിട്ടുന്ന ആ ദിവസം മാത്രമാണ് കേരളത്തിലെ കർഷക തൊഴിലാളിയെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ സർക്കാർ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ആതുര ശുശ്രൂഷ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒരു സാധാരണ പണിക്ക് ചെന്നാൽ, സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ പുള്ളപ്പരിയുമായി തിരിച്ചു വരേണ്ട സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികൾ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്ന് തന്നെയല്ല, സർക്കാർ ആശുപത്രിയിൽ പോയാൽ എപ്പോഴാണ് ആ കെട്ടിടങ്ങൾ ഇടിഞ്ഞു തലയിൽ വീണ് തന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന നിലയിലാണ് ഇന്ന് കാര്യങ്ങൾ. കൈക്ക് പോയാൽ കാലിന് ഓപ്പറേഷൻ നടത്തുന്നവർ, വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വെച്ച് തുന്നിക്കെട്ടിക്കൊണ്ട് പോകുന്നവർ, ഇതാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികൾ എന്നാലോചിക്കുമ്പോൾ എങ്ങനെ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആകും എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റം ആവശ്യമാണ്. ഇതിനൊരു മാറ്റം ആവശ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പഴകിൽ തുരുമ്പിച്ച, ആശയങ്ങൾ നഷ്ടപ്പെട്ട, നേതൃത്വം നഷ്ടപ്പെട്ട, കൈക്കിട്ടിയാൽ അഴിമതി മാത്രം കൈമുതലായ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആകാശവും ഭൂമിയും പാതാളവും വിറ്റുകൊലച്ചവരാണ് കോൺഗ്രസുകാർ. കമ്മ്യൂണിസ്റ്റിന്റെ ചിത്രം നമുക്കറിയാം. ഇതിനൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആ വികസന സങ്കല്പം ഈ നാട്ടിലുണ്ടാവും. ഈ രാജ്യത്തിലെ 145 കോടി ജനത ഇന്ന് ആത്മാഭിമാനത്തോടുകൂടി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ലോകരാജ്യങ്ങളുടെ നെറുകയിൽ ഇന്ന് ഭാരതത്തെ അഭിമാനത്തോടുകൂടി കാണുന്ന ലോകരാഷ്ട്രങ്ങളാണ്, ഭാരതത്തെ അഭിമാനത്തോടുകൂടി കാണുന്ന ലോക നേതാക്കന്മാരാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പട്ടിണിക്കാരന്റെയും പരിവട്ടക്കാരന്റെയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഭാരതമല്ല ഇന്ന് നമ്മുടെ ഭാരതം. ലോകത്തിലെ ഏറ്റവും അജയ്യ ശക്തിയായ മറ്റ് രാജ്യങ്ങളിലേക്ക് ആപത്ത് വരുമ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ അടക്കം വിതരണം ചെയ്യുന്ന, സൗജന്യമായി വിതരണം ചെയ്യുന്ന ഈ നാട്ടിലെ ലോകത്തിലെ ഏത് പ്രദേശത്തേക്കും മരുന്നടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾ വിതരണം
നാടായി കേരളം മാറിയിരിക്കുന്നു. ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്തിന്റെ സൈനിക മേഖലയിൽ നമ്മൾ വിദേശ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും കോടാനുകോടി രൂപയുടെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന നാടായിരുന്നു ഭാരതമെങ്കിൽ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മിസൈൽ അടക്കം കയറ്റുമതി ചെയ്ത നാടായി ഭാരതം മാറിയെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഈ ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ രാജ്യസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ മാതൃകയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭാരത മാതാവിനെ ഈ നാടിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്ന് തന്നെയുമല്ല, ഈ രാജ്യത്തെ ഒരു ലോക ജനതയ്ക്ക് ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്ക് ഈ രാജ്യത്തിന്റെ സൈനികവും സാമ്പത്തികവുമായ ശക്തി വളർത്തിയെടുക്കുവാൻ ഇന്ന് നരേന്ദ്രമോദിയുടെ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു, രാജ്യത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. ആ മാറ്റം നമ്മുടെ കൊച്ചു കേരളത്തിലും വരുന്നതിന് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ ഈ ചിതറ പഞ്ചായത്തിൽ ചിതറ ബ്ലോക്ക് ഡിവിഷനില് ചിതറ ജില്ലാ പഞ്ചായത്തില് ഒരു വികസനം, നരേന്ദ്രമോദിയുടെ വികസനം നമ്മുടെ നാട്ടിൽ വരണം. ആ വികസനം ലഭ്യമാകുവാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയുവാനുള്ളത്. ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി BSc ഫിസിക്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, ജില്ലാ പഞ്ചായത്തിൽ നിന്ന്. എനിക്ക് ആ ആളോട് ഇത്രയും ആദരവും അഭിമാനവും തോന്നുന്നു. PSc ഫിസിക്സ് കഴിഞ്ഞ ആ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, നമ്മുടെ സ്ഥാനാർത്ഥി ഇന്ന് ജാക്കി ജാമർ അടിക്കാൻ പോവുകയാണ്. ചെറുപ്പക്കാരനായ ആ വ്യക്തി അയാളുടെ കുടുംബം പുലർത്തുവാൻ ജാക്കി ജാമർ അടിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത്രയ്ക്ക് പട്ടിണി മാറ്റാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി BSc പാസ്സായ ഫിസിക്സ് പാസ്സായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടില് കഠിനമായ ജോലിയിൽ ഏർപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഏത് ജോലിയും തന്റെ കുടുംബം പുലർത്തുവാൻ, പട്ടിണി മാറ്റുവാൻ, ഏത് തൊഴിലും ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള ആ ചങ്കൂറ്റവും ആ ആത്മാർത്ഥതയും ആ അർപ്പണബോധവുമാണ് ഈ നാടിൽ അദ്ദേഹം ജയിച്ചാൽ ആ അർപ്പണബോധമായിരിക്കും ഈ നാട്ടിലെ ജില്ലാ ഡിവിഷനിൽ തീർച്ചയായും ആ ചെറുപ്പക്കാരൻ വഴി ലഭ്യമാകാൻ പോകുന്നത്. ആ കഠിനാധ്വാനം ഈ നാട്ടിലെ സാധാരണക്കാരായ ഈ ജില്ലാ ഡിവിഷന്റെ വികസനത്തിന് തീർച്ചയായും ഉപകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന ചിതറയിലും ചടയമംഗലത്തും നിന്ന് മത്സരിക്കുന്ന ജില്ലാ സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഇനി വരാൻ പോകുന്ന വിരലിലെണ്ണാവുന്ന ദിവസം ആത്മാർത്ഥമായി രംഗത്തിറങ്ങി പ്രവർത്തിക്കണം. വിജയം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. വിജയം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. ആ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകരണമാണ്. ആദ്യമായി ചിതറ പഞ്ചായത്തിലെ അരിപ്പ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശാലിനി SS. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ജനറൽ സീറ്റിൽ ST വിഭാഗത്തിൽ നിന്ന് ജനറൽ സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കൈപിടിച്ചുയർത്തിയ ഇന്ന് വരെ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി ആ ദൗത്യമേറ്റെടുത്തുകൊണ്ട് ശ്രീമതി കുമാരി ശാലിനി SS അരിപ്പ വാർഡിൽ നിന്നും മത്സരിക്കുന്നു. ഒരു വലിയ കയ്യടി കൊടുത്ത് നമുക്ക് ആ കുറിച്ച് സ്വീകരിക്കാം.
പഞ്ചായത്ത് ചിതറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ MR പ്രസാദ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ GR അജിത്തേട്ടനെ ക്ഷണിക്കുകയാണ്. അടുത്തത് നമ്മുടെ ചടയമംഗലം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ചടയമംഗലം മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ശ്രീമതി രാജി കൃഷ്ണൻ, ചടയമംഗലം ഡിവിഷനിൽ നിന്നുള്ള BJPയുടെ സ്ഥാനാർത്ഥിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അടുത്തതായി കടയ്ക്കൽ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ ജനാർദ്ദൻ പിള്ള സാറാണ്. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവും KCB റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന വഴിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സ്ഥാനാർത്ഥി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സുസ്വാഗതം ദേശീയതയിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് അലയമൺ പഞ്ചായത്തിലെ ബ്ലോക്ക് ഡിവിഷൻ അജിൻ ചന്ദ്രനെ ക്ഷണിക്കുന്നു. അലയമൺ ബ്ലോക്ക് ഡിവിഷൻ ഷൈനിയെ ക്ഷണിക്കുന്നു. അത് രണ്ടുപേരും ബ്ലോക്ക് പഞ്ചായത്താണ്. അടുത്തത് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ്. വിന്ധ്യ ബി, കണ്ണങ്കോട് വാർഡ് വിന്ധ്യ ബി, തെക്കേ ഭാഗം വാർഡ് വിനോദ് CR, കടവറം വാർഡ് ശരത് J ചന്ദ്രൻ, മനത്തുമുക്ക് സുധ, ചണ്ണപ്പെട്ട ഉഷാകുമാരി, മണക്കോട് രമ്യ CR, അലയമൺ രജനി L, കൈതാടി രമ്യ SR, കുറ്റിനാട് ബിജു ലാൽ, മൂങ്ങോട് ഷൈനി S, ആനക്കുളം സുമിത് കുമാർ, മീൻകുളം പ്രസാദ്, കരികോൺ വിഷ്ണു ലാൽ, കുലാങ്ങിക്കോട് വിഷ്ണു VM, കരികോൺ ടൗൺ ലക്ഷ്മി ശ്യാം, കുത്തയം ശബരിനാഥ്. ഇതാണ് അലയമൺ പഞ്ചായത്തിന്റെ വാർഡ് സ്ഥാനാർത്ഥികൾ. അടുത്ത് തുടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുണ്ട ഡിവിഷൻ P ഷീജ കുമാരി, തുടയന്നൂർ ഡിവിഷൻ കുഞ്ഞികൃഷ്ണൻപിള്ള, തുടയന്നൂർ ഏരിയ വാർഡ് പടിഞ്ഞാറേ വയല പ്രസന്നകുമാരി, തോട്ടമുക്ക് സിന്ധു അനിൽകുമാർ, വയല ജ്യോതി ലക്ഷ്മി, വെളുന്തറ ഗോപകുമാർ G, മണ്ണൂർ മഹേഷ് ആചാരി SR, തുടയന്നൂർ ബിജു ദേവഭൂമി, മണലുവട്ടം അഞ്ജലി PS, അണപ്പാട് അഭിരാമി അശോകൻ, ചാണപ്പാറ അജി B, ചരിപ്പറമ്പ് അജേഷ് S,
അടുത്തത് ഇട്ടിവയാണ്. ഇട്ടിവ ബ്ലോക്ക് ഡിവിഷൻ ജിഷ മോൾ എസ്. ഇട്ടിവ ബ്ലോക്ക് ഡിവിഷൻ ജിഷ മോൾ എസ്. ജിഷ മോൾ എസ് എസ്. വാർഡ് ലക്ഷ്മി മലപ്പേരൂർ 1 ലക്ഷ്മി. ത്രാങ്ങോട് 2 ഗോപാലകൃഷ്ണ പിള്ള. കോട്ടുക്കൽ 3 രമ്യ ദിയ. വടക്കേ കോട്ടുക്കൽ ദീപു വി എസ്. നെടുപുറം സുഭാഷ് ചന്ദ്രബോസ്. മേളക്കാട് പ്രിയങ്ക. ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ആലഞ്ചേരി ജയചന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചുണ്ട രാജേന്ദ്രൻ പിള്ള. വയ്യാനം സുഷമ്മ അരവിന്ദ്. ചുണ്ട രാജേന്ദ്രൻ പിള്ള. വയ്യാനം സുഷമ്മ അരവിന്ദ്. ഇട്ടിവ രാജമ്മ. ഫിൽഗിരി സുജിത് കുമാർ. മഞ്ഞപ്പാറ അശ്വതി അഭിലാഷ്. അടുത്ത കടയ്ക്കൽ പഞ്ചായത്താണ്. കടയ്ക്കൽ പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷൻ ആൽത്തറമോട് പ്രിൻസി എസ് പി. പ്രിൻസി എസ് പി. രശ്മി. കടയ്ക്കൽ ഡിവിഷൻ രശ്മി. അടുത്തത് കടയ്ക്കൽ വാർഡുകളാണ്. വടക്കേ വയൽ അനുപമ. കടയ്ക്കൽ വാർഡിൽ നിന്നൊരു ജയം കണ്ട് കടയ്ക്കൽ പഞ്ചായത്തിൽ നിന്ന് വിരമിക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന അനുപമ. കാരക്കാട് രതീഷ്. കുറ്റിക്കാട് അനു. കോട്ടപ്പുറം ഇന്ദുലേഖ. കടയ്ക്കൽ ടൗൺ മുകേഷ്. പാലക്കൽ ജനാർദ്ദനൻ പിള്ള. ആറ്റുപുറം സലിൻ കുമാർ. ഇടത്തറ വിജി മോൾ. കാര്യമാട് അമൃത. അടുത്തതായിട്ട് സ്വീകരണം നൽകുവാനായി സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വിജയൻ ചേട്ടനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കുമിഴ് പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷൻ ബിനു തോപ്പിൽ. കുമിഴ് പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷൻ ബിനു തോപ്പിൽ. അടുത്ത വാർഡാണ് പുല്ലുവണ വാർഡ് സുമേഷ്. ഈയക്കോട് വാർഡ് അനുപമ. കുമ്മൾ പഞ്ചായത്ത് ഈയക്കോട് അനുപമ. മുക്കുന്ന വാർഡ് ഓമനക്കുട്ടൻ. ദർപ്പക്കാട് സജീവ്. അടുത്തതായിട്ട് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാനായി നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മി പ്രസാദിനെ ഹാർദവമായി ക്ഷണിക്കുന്നു. തച്ചോണം വാർഡ് തുഷാം. ഈ മുക്കുന്നം ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞത്
പ്രശാന്ത് കുമാറാണ്. വട്ടത്താമര രാജേഷ്. കുമൾ പഞ്ചായത്ത് മാങ്കോട് സന്ധ്യ. മങ്കാട് വാർഡാണ്. അടുത്തത് ചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് ചിത്ര 8 പേഴുമൂട് സണ്ണി. അടുത്തതായിട്ട് ചിത്ര ബ്ലോക്ക് ഡിവിഷന് സ്വീകരണം നൽകുവാനായി ജില്ലാ ഉപാധ്യക്ഷൻ പുത്തയിൽ വിജയനെ ക്ഷണിക്കുന്നു. അടുത്തത് ചക്കമല ഡിവിഷൻ സ്റ്റാലിൻ. മധുര ഡിവിഷൻ രേഖ സുനിൽ. അടുത്ത വാർഡാണ് ചിത്ര വാർഡ്. ഐരക്കുഴി ബീന. ചിത്ര അനന്തപുരി സന്തോഷ്. വേങ്കോട് വാർഡ് ലക്ഷ്മി. അടുത്തായിട്ട് സ്വീകരണം നൽകുവാനായി ജില്ലാ ഉപാധ്യക്ഷൻ MR സുരേഷ് ക്ഷണിക്കുന്നു. മണ്ണാർക്കോട് വാർഡ് റീജ. മണ്ണാർക്കോട് വാർഡ് റീജ. വളവ് വച്ചവാട് ആതിര. കാർറ ഭൂപേഷ് വട്ടലിൽ. മുള്ളിക്കാട് നിത ഗോപകുമാർ. സത്യമംഗലം പ്രിയങ്ക AC. സത്യമംഗലം ചക്കമല അജിത C. കിളിത്തട്ടുവാട് സജീവ് ചെല്ലിമുക്ക്. അടുത്തായിട്ട് സ്വീകരണം നൽകുവാനായി ചിതറയുടെ ഏരിയ പ്രസിഡന്റ് ശ്രീ രാജേഷ് കുട്ടപ്പച്ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. പുറക്കോട് റീജ രാജേന്ദ്രൻ. ചിതറ ഏരിയ പ്രസിഡന്റിനെ സ്വീകരണം നൽകാനായി ക്ഷണിക്കുന്നു. പുറക്കോട് റീജ രാജേന്ദ്ര. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഏക വലിയ സ്ഥാനാർത്ഥി ചിറവൂർ വാർഡിലെ സുഗതൻ ജെ. കല്ലുവട്ടാങ്കുഴി വാർഡ് ആശാ മോൾ. മാങ്കോട് വാർഡ് മിനി. അടുത്ത സ്വീകരണം നൽകുന്നതിന് വേണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽകുമാർ കുട്ടൻചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. വട്ടമുറ്റം സൂര്യദാസ്. കാണാനില്ല, ഒളിച്ചിരിക്കുന്നതാണ്. പുതുശ്ശേരി അജിൻ. അടുത്ത സ്വീകരണം നൽകുന്നതിന് വേണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷിനെ ക്ഷണിക്കുന്നു. മധുര കുട്ടൻ എന്ന് വിളിക്കുന്ന അനിൽകുമാർ B. മന്ദിരത്തിൽ നിന്ന് സുഭാഷ് ഷിജു. കാണത്തില്ല. ജില്ലാ കമ്മിറ്റി അംഗം മനോജ് ക്ഷണിക്കുന്നു.
സ്ഥാനാർത്ഥി ഉത്തരം മുന്നോട്ട് വരട്ടെ. കനകവല വാർഡ് അജിത് കുമാർ, മന്ദിരകുന്ന വാർഡ് സുഭാഷ് ഷിജു, കനകവല വാർഡ് അജിത് കുമാർ. അടുത്തതായിട്ട് സ്നേഹോപഹാരം നൽകാനായി കർഷക മോർച്ച സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ പേഴുമോട് സംഘയെ ക്ഷണിക്കുന്നു. ജീവൻ കാരിച്ചിറ, ജീവൻ കാരിച്ചിറ വാർഡ്. അടുത്തതായിട്ട് 24ാമത്തെ വാർഡ് മുതൽ ശ്രീകല. നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അവരെല്ലാം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏരിയ പഞ്ചായത്ത് തല പ്രസിഡന്റന്മാർ ഇവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു ഫോട്ടോ സെക്ഷനോടെ കഴിഞ്ഞാൽ യോഗം അവസാനിക്കും. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ, ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികൾ, ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഉപരി കാര്യകർത്താക്കൾ ഇവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CPI-യിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയതയിലേക്ക് കടന്നു വന്ന ശ്രീമതി ശോഭന, അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ കുമാർ, ഈ രണ്ടുപേരെയും സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇപ്പൊ ഈ സ്വീകരണം നടക്കുന്നത് CPI-യുടെ ജില്ലാ കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ വളവച്ച ശിശുമാർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരി CPI-യുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിന് ശശികല, വളവച്ചയിലാണ് സ്ഥലം. അദ്ദേഹത്തിന്റെ ഭർത്താവ് ശ്രീമാൻ ജോയി. ഒരു കുടുംബത്തിലെ 5 പേരും മറ്റ് 2 പ്രവർത്തകരോട് കൂടി കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്വീകരണം നടത്തുകയുണ്ടായി. ഔദ്യോഗികമായുള്ള സ്വീകരണമാണ്. ജോയി, കുമാർ, അടുത്തതായി നമ്മുടെ ഈ അടുത്ത കാലത്ത് ചിതറയിൽ നമുക്ക് ഒരു സ്വീകരണം കൊടുക്കുകയും കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറും CPI ലോക്കൽ കമ്മിറ്റി അംഗവും ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ ആയിരുന്ന ശ്രീ രഞ്ജു പട്ടേൽ ഈ മഹനീയമായ വേദിയിലേക്ക് കടന്നു വന്ന് ഒന്നുകൂടി സ്വീകരണം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. भारत माता की